എവരിവൺ, ഞാനിപ്പോൾ നമ്മുടെ കുറവലങ്ങാട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സയൻസ് സിറ്റിയിലാട്ടോ ഉള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചു. കാര്യം ഒരാഴ്ചയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട്. മെയിനായിട്ട് ഇത് സ്റ്റുഡൻസിന്, അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, ഈവൻ കോളേജിലുള്ള പിള്ളേർക്ക് വരെ വളരെയധികം ഹെൽപ്ഫുള്ളാട്ടോ. ഇവിടെ നമ്മുടെ ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ സ്കൂളിൽ ബുക്കിൽ മാത്രം പഠിക്കുന്നതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതുപോലെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഡൈനോസർ പാർക്ക്, ഒരു 3D തിയേറ്റർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ പാസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്കൂൾ ബസ്സിന് പിള്ളേർക്കൊക്കെ ടൂറായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ഇനി കുറച്ച് ഷോർട്ട് വിഷ്വൽസ് ഞാൻ മൊബൈലിൽ എടുത്തുകൊണ്ട് ഈ കൂടെ ഞാൻ ഉൾക്കൊള്ളിക്കാം കേട്ടോ. കൂട്ടുകാരെ, സിയാമോൾ ഇപ്പോൾ ഉള്ളത് കുറവലങ്ങാടുള്ള സയൻസ് പാർക്കാണോ സയൻസ് സിറ്റി ആണുള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ആരാ പോയ സിയ? പാപ്പ പോയി. നമ്മൾ മെയിൻ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം കേട്ടോ. അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ കാറിൽ തന്നെ മുകളിലോട്ട് പോകാമെന്നാണ് നമ്മളോട് സെക്യൂരിറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോഴും ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഇങ്ങനെ കാണാറുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ ആഴ്ച ഇത് ഓപ്പൺ ആയതിൻ്റെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു വർക്ക് നടക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായത്. ഇവിടെ തിങ്കളാഴ്ച ഓഫാണ്, ബാക്കി ദിവസങ്ങളിലാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. 5 മണി വരെയാണ് എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ 2 മണിക്കൂർ വേണം ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ. അപ്പോൾ അതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും അകത്ത് കയറണം. അതായത് 3 മണിയോട് കൂടി അകത്തേക്കുള്ള പ്രവേശനം സ്റ്റോപ്പ് ചെയ്യൂർ. ഇത് നമ്മുടെ കുറവലങ്ങാട് ജില്ലാ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാമിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആട്ടോ. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡിൽ അവിടെ ഉണ്ടല്ലേ സിയ, ഫൺ സയൻസ് ഗാലറി ഉണ്ട്, 3D തിയേറ്റർ ഉണ്ട്, മറൈൻ ലൈഫ് ആൻഡ് സയൻസ് ഗാലറി ഉണ്ട്, എമർജിംഗ് ടെക്നോളജി ഗാലറി ഉണ്ട്, ആക്ടിവിറ്റി സെന്റർ ഉണ്ട് സിയ, ഓഡിറ്റോറിയം ഉണ്ട്, അതുതന്നെ ടെമ്പറ്റി എക്സിബിഷൻ, കോൺഫറൻസ് ഹാൾ, സയൻസ് പാർക്ക് ടെമ്പററി എന്നാണോ, ദിനോസർ എൻക്ലേവ് ഉണ്ട്, അവിടെ ഡൈനോസർ ഉണ്ടെന്ന്, ഡൈനോസർ ഭക്ഷണശാലയുണ്ട്. അപ്പൊ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പപ്പ കമ്മിങ് പപ്പ ടിക്കറ്റ് എടുത്തിട്ട് വരണ്ട്. ടിക്കറ്റിന് എത്ര രൂപയാന്ന് സിയക്ക് അറിയാവോ? അറിയില്ലേ? പപ്പ ഏതാ ടിക്കറ്റ് എടുത്ത് സ്ലോ മോഷനിൽ വരുന്നു. സിയയുടെ പപ്പയാണ് വന്നെ. പപ്പേ എത്രയായി പപ്പേ? 180. അപ്പൊ ഒരാൾക്ക് എത്ര വെച്ചാ? 60 വെച്ചു. കൊച്ചിനില്ലല്ലോ. 90. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. മുകളിലേക്ക് കാണുന്ന വഴിയിലെ കയറി പോവാട്ടോ. ഒരു കുത്തനെയുള്ള കയറ്റ. ഇതാട്ടോ നമ്മുടെ എൻട്രൻസ്. നല്ലൊരു കയറ്റ. ഇതാ മെയിൻ റോഡാണ്, മൂവാറ്റുപുഴയ്ക്ക് കിടക്കുന്ന ഹൈവേ ആണ്, MC റോഡാണ്. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റിലോട്ടെന്നല്ലേ പറഞ്ഞേ? അവിടെ ജൂറാസി പാർക്കിന്റെ ഒരു കേവ് പോലെയൊക്കെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ബിൽഡിങ് പണി തീർന്നിട്ടില്ല. അത് വാച്ച് ടവർ വല്ലതും ആയിരിക്കും അല്ലേ സിയ? ആ സിയക്ക് അത് കണ്ടിട്ട് എന്തെന്നാ തോന്നിയേ? വാച്ച് ടവർ ആണോ, ക്ലോക്ക് ടവർ ആണോ? അവിടെ എന്തൊക്കെയോ ബിൽഡിംഗ് ഉണ്ടല്ലോ സിയ. കണ്ട അവിടെ എഴുതിക്കുന്നുണ്ട് സയൻസ് ശാസ്ത്ര കേന്ദ്രം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ സിയ. പാർക്കിംഗ് എവിടെ സാറേ? ഒന്ന് ഇറങ്ങിക്കോ. ചെരുപ്പിടിച്ചേമി. ഈ തിയേറ്ററിൽ 1/2 മണിക്കൂർ ഇടവിട്ടാണോ ഉള്ളത്? എന്തോ 2:30 അപ്പൊ അത് ആദ്യം കയറാം അല്ലേ? നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് സാറേ? ഈ NCCയുടെ പോലെ ഒരു എംബ്ലം പോലെ കണ്ടായിരുന്നു. എയർഫോഴ്സിന്റെ ആണല്ലേ? എന്തോ എക്സർവീസ്. ഓക്കെ. അല്ല, അപ്പൊ ഈ ഷോ എവിടെയാ നടക്കണേ? എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്നല്ലേ? ആ പപ്പ ഞാൻ ഇപ്പൊ വരാം.
നമ്മൾ എൻട്രൻസിലേക്ക് കയറുക. അവിടെ ഒരു ഫുഡ് കോർട്ട് കാണുന്നുണ്ട്. മുകളിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ് ആണ്. കഥകളിയുണ്ട്, മോഹിനിയാട്ടം, തൃശ്ശൂർ പൂരം. വിദേശത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. അവിടെ 3D തിയേറ്റർ 2:30 ഷോ ഉണ്ട്. അത് കണ്ടിട്ട് ഇറങ്ങി വരാം. സിയ സൂപ്പറാണോ? സൂപ്പറാണോ? ആയോ? സിയ ഇപ്പോൾ സിനിമ വരും കേട്ടോ. 3D സിനിമ വരുവേ. സിക്ക് ഇഷ്ടമാണോ? വലിയ ടി വി ആട്ടോ അത്. കണ്ട വലിയ ടി വി കണ്ട, അത് വലിയ ടി വി ഇപ്പോൾ ഓണാക്കും. നമ്മളിപ്പോൾ 3D ഫീലിംഗ് കണ്ടു തിയേറ്ററിൽ. അതിൻ്റെ അകത്ത് ഇരുട്ടായതുകൊണ്ടും വിഷ്വൽസ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നല്ല പുതിയ സ്ഥാപനമാണല്ലോ, ലേറ്റസ്റ്റ് 1 വീക്കായുള്ളൂ ഉദ്ഘാടനം ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഈ 3D ഗ്ലാസസ് ഒക്കെ നല്ലതാണ്, ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ ആ 3D വിഷ്വൽസ് എക്സ്പീരിയൻസും നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ വേറെ പല സ്ഥലത്തും 3D എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഇച്ചിരിയോടെ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരിയോടെ എന്താ പറയുക, കറക്റ്റായിട്ട് 3D ചെയ്യുമ്പോൾ നമുക്ക് നേരിൽ കാണുന്ന പോലെ ഒരു തോന്നൽ മാത്രമല്ല, അതിനോട് നമ്മൾ പെട്ടെന്ന് അറിയാതെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോട് പറഞ്ഞല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ അതിൽ പല സാധനങ്ങളും വരുമ്പോൾ നമ്മുടെ കൺമുമ്പ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ഞെട്ടുക, അങ്ങനെ 1-2 ചെറിയ ഷോട്ട്സും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ചില സ്ഥലത്തൊക്കെ നമ്മൾ 3D കാണുമ്പോൾ വലിയ കാര്യമായിട്ടൊരു ഗുമ്മ് തോന്നാറില്ല. ഇത് ഇച്ചിരി നല്ലതായിരുന്നു. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ. കണ്ടോ സിയ? സിയ സിയ ഇതേണ്ട ആ പോവില്ല, അവളെയും കുടിച്ചു. എവിടേക്കുന്നു? ദേ അവിടെ കണ്ട സിയ അത് നോക്ക്. അവിടെ കറണ്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബോൾ, അദൃശ്യമായ ഒരു വായു പ്രവാഹത്തിൽ ചലിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പന്ത് ഗുരുത്വാകർഷണത്തെ ധിക്കരിക്കുന്നതായി നമുക്ക് തോന്നുന്നു. പ്യുവർ മലയാളം പ്രശ്നം. ഇത് നോക്ക് സിയ, അതുണ്ടോ? ഇവിടെ ആ സിയ അവിടെ കാണിച്ചേ. മ്യൂസിക് ഇൻ ദ എയർ. ആ യെസ്. ചവിട്ടല്ലേ. ഇത് മ്യൂസിക്കൽ ടീംസ്.
വിഷ്വലൈസിങ് സൗണ്ട്. എങ്ങനെയാ ചെയ്യാം അവിടെ ചവിട്ടാ? കാന്തം തിരിയുന്നതനുസരിച്ച് എല്ലാം തിരിയും. അലയൻസ് ഓഫ് ഫോഴ്സസ്. ഓ തന്നെ കയറുക അല്ലേ? ഇതാണ് ഫിസിക്സിൻ്റെ ഗുണം. ഇത് താഴോട്ട് സ്ലോപ്പാണ്, പക്ഷെ താഴെ നിന്ന് തന്നെ കയറി വരും. മല കയറുന്ന പോലെ ഇതന്നെ സിയാ കെയോസ്. ആ മെയിൻ്റനൻസാ. ഇവിടെ വാ, ഇവിടെ ഈ ബോള് മുകളിലേക്ക് ഉയർത്തി അവയെ താഴേക്കിട്ട് കൈ പോയത്. അത്ര മുകളിൽ പോകില്ല, തന്നെ കുതിച്ച് പോകണുണ്ടോ? കണ്ടോ വേറെ മുകളിൽ പോയണ്ടോ? അഞ്ച് ഇട സീഡ് കണ്ടോ? ന്യൂട്ടൺസ് ക്രാഡിൽ ഇതില്ലേ? ഇതെങ്ങനെ സംഭവം എന്ന് പറയും. ഇത് അനക്കാതെ വെക്കണം. എന്നിട്ട് ഈ ഒരെണ്ണം ഇവിടെ നിന്ന് വിടുമ്പോൾ മറ്റേത് അവിടെ പോകും. കണ്ടോ? ഇതൊക്കെ അറിയണേ ഫിസിക്സ് പഠിക്കണം. ഫിസിക്സ് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. കെയോട്ടിക് പെൻഡുലം ഇതന്നെ. ഇത് ആർക്കറിയാം. ഇത് പണ്ട് +2 ഒരു സിമ്പിൾ പെൻഡിലുണ്ടായിരുന്നല്ലോ, അത് ഇവിടെ ഇല്ലേ? അനുഭാവിയായ ഊഞ്ഞാൽ. മലയാളം വായിച്ച ചിരി വരും. സിമ്പത്തറ്റിക് സ്വിങ്. പൈതഗോറസ് തിയറം. ഇതാണ് പൈതഗോറസ് തിയറം. ഡിസ്ക് തിരികെ ഏറ്റവും വലിയ അറയിൽ നിന്നുള്ള ഗ്രാമത്തിന് മുഴുവൻ വളരെ ചെറിയ അറിയുള്ളൂ. പൈതഗോറസ് സിദ്ധാന്തം സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഇതാണ് സംഭവം. സിയ അവിടെ പോവാം. അതെ സിയക്കാം. അവിടെ ഓടിയോ ഇതെന്നാ സിയ? കാലിഡോസ്കോപ്പ്. സിയ ഇതുണ്ടോ? വാവ്. എങ്ങോട്ട് വാ, ഓടിയോ? സിയാമോള്. ഇതുണ്ട് ഫൺ മിറർ. ഷിയാണോ? വേറെ വാസിയാക്കാം. കർവിങ് ടണൽ. ലിക്വിഡ് പെയിൻറ്റിങ്. പ്രാക്സിനോസ്കോപ്പ്.
ഓടിവാ ഓടിവാ ഓടിവാ. ആ അവിടെ എനിക്ക് ചെയ്യാം. അവിടെ എനിക്ക് ഈ റെഡ് കം ഇത് കണ്ടോ, അക്രോബാറ്റിക് സ്റ്റിക്ക്. റൈസിംഗ് ആർക്ക്. ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടാലോ. അത് ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തോന്നുന്നു. റിങ് പോണ പോലെ പോകണം. സ്വിച്ച് അമർത്തുമ്പോൾ ആർക്കുകൾ മുറിയുന്നത് വരെ അവ മുകളിലേക്ക് നീങ്ങുക എങ്ങനെയാണെന്ന് നിരീക്ഷിക്കുക. ഗ്രാൻഡ് ഷട്ടിൽ. ക്യൂറി പോയിന്റ്. സിയ വെയിറ്റ്, സ്ലോലി സ്ലോലി. വീടല്ലേ, ജംപ് ജംപ്. യെസ്. കുറേ ആളുകൾ അവിടെയുണ്ട്. നെഹ്റു ഉണ്ട്, അംബേദ്കർ ഉണ്ട്, ഇന്ദിരാഗാന്ധിയാണോ ഒരാൾ. സിയുടെ പാക്കാണോ? ആ പൊക്കോ. അതെന്നാ ചെയ്യാതെ അതെന്നാ ആ ഇതിൽ ഡൈനോസർ ഏതാ? ഡൈനോസർ ഏതാണോ? എന്നാൽ അങ്ങോട്ട് പോക്കോ, ഡൈനോസറിൻ്റെ അടുത്ത് വെക്കോ. ഡൈനോസറിന് പുല്ല് കൊടുക്കോ, പുല്ല് ചെല്ലേ. ആ ഹായ് പറ ചെല്ലേ. പേടിക്കൊന്നുമില്ല, വാ. അപ്പോൾ കൂടെ വാ. വാവ്. സിയ, ഇത് വെജിറ്റേറിയൻ ആണ്. ഈ ഡൈനോസർസ് പുല്ല് തിന്നും. ഈ ഡൈനോസർ മീറ്റ് തിന്നും. ഓക്കെ. കോറിത്തോസോറോസ്. സ്പിനോസോറോസ്, സ്പൈൻ ലിസാർഡ്, ടാസറാടോപ്സ്, അതൊക്കെ ഡൈനോസറാ. അത് വേറെ വേറെ ഡൈനോസറാ. അതെല്ലാം ഡൈനോസറാ. സിയ ഡൈനോസർ. ബസ്സിയാതെ കയറിക്കോ. സിയയുടെ ഊഞ്ഞാലുണ്ടല്ലോ. അവിടെയോ? ഊഞ്ഞാല് ആടിക്കോ. ഇത് ഊഞ്ഞാല്.
അപ്പോൾ കേട്ടാ ലാ 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 ലാ. ഹലോ, സിയാമോളെ കാണണമെങ്കിൽ വീഡിയോ കോൾ വിളിക്കേ. സിയ, അതെന്താ അത്? സിയ ഡൈനോസറിൻ്റെ അടുത്ത് പോകാനോ? ഹലോ എവരി വൺ, സിയാമോൾ ഇപ്പോൾ ഉള്ളത് കുറവലങ്ങാടുള്ള സയൻസ് പാർക്കിലാണ് കേട്ടോ. ഇവിടെ ഒരു സയൻസ് പാർക്കിൻ്റെ ഒരു സെക്ഷനിൽ കുറേ ഡൈനോസേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വിവിധ സ്പീഷീസിൽ പെട്ടതുണ്ട് കേട്ടോ. അതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ജൂറാസിക് പാർക്ക് മൂവിയിൽ കാണുന്ന അതുപോലെ തന്നെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽസാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. കണ്ടോ, മനുഷ്യനെ തിന്നുന്ന ടീം. എൻ്റെ മുഖത്തെ രൗദ്രഭാവം കണ്ടോ? ഇത് സസ്യബുക്കാണ്. മാവല തിന്നാൻ വേണ്ടി നിൽക്കുക. സിയ അങ്ങ് ഓടി വന്നേ. സിയാമോള് ഡൈനോസറുകളുടെ ഇടയിൽ കൂടി ആറാടുകയാണ്. പാർക്കുണ്ട്, ഓടിവാ. സിയ ഹലോ പറയണേ. ഹലോ പറ. ആ മമ്മി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഹലോ പറ. സിയ ഹലോ പറ. ഹലോ ചെക്കിങ്. ഹലോ 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 പറ പറ. ചേച്ചി, ഒരു ചേച്ചി ഹലോ പറ. സിയ നീ മലയാളം. ചേച്ചിയുടെ പേരെന്നാന്ന് നോക്കി. ജാനകി. സിയ എന്ന പേരെന്ന് പറയാം. ഹെലൻസിയ. സ്കൂളിൽ പോയില്ലേന്ന് ചേച്ചി? സിയം സ്കൂളിൽ പോയില്ല എന്ന് പറ. ചോറുണ്ടോന്ന് ചേച്ചി? ചോക്ലേറ്റ് കഴിച്ചോന്ന് ചേച്ചി? ചേച്ചിയുടെ പപ്പ മമ്മി എന്തെന്ന് ചേച്ചി? സിയ കമ്മിങ് എന്ന് പറ. ഓടിച്ചല്ലേ, അവിടെ ചേച്ചിയുണ്ട്. സ്ലോലി, വീഴില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി തരട്ടെ. ആദ്യം ഉള്ളത് ആരാന്നറിയാമോ? കാണിച്ചു തരാം. അതാരാ? ഇതാണ് ജെ.സി. ബോസ്. ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ്. ഇതാരാ? ഇതൊക്കെ ആരാ പോലും? ഹോമി ജഹാംഗീർ ബാബ, ബിർബൽ സാഹ്നി, ശ്രീനിവാസ രാമാനുജനെ പരിചയമുണ്ടല്ലോ. രാമാനുജൻ വാസ് എ റെയർ മാത്തമാറ്റിക്കൽ ജീനിയസ്. യെസ്, രാമാനുജൻ. വെങ്കട്ടരാമൻ. എന്താ പറയുക? സാറാഭായി. വിക്രം സാറാഭായി. ഇതാണ് നമ്മുടെ റോക്കറ്റൊക്കെ ഉണ്ടാക്കൂലേ? വിക്രം സാറാഭായി ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടില്ലേ? അതാണ്. എസ്.എൻ. ബോസ്. ജാനകി രമണ. ഹലോ, അതവിടെയല്ലേ? എമർജിങ് ടെക്നോളജി. സിയുടെ കൂടെ നിൽക്കണേ. ഇതിൽ കയറും. ഊഞ്ഞാല് ഇടവാ. ഇത് ഫസ്റ്റ്. ഈ സ്ലൈഡ് അവൾക്ക് പറ്റില്ല, അത് വലിയൊരു സ്ലൈഡാണ്. ആ സ്ലൈഡ് ഇവൾക്ക് പറ്റില്ല, നിനക്ക് പറ്റില്ല. അത് ബിഗ് സ്ലൈഡല്ലേ സിയ?
ഇന്നോ അവൾക്ക് പേടിയാ. അവൾ തിരിച്ചറിഞ്ഞാൽ വീഴും. മമ്മീനെ വിശ്വസിച്ചാട്ടോ അവൾ വരുവുള്ളൂ. എൻ്റെ കൈ പിടിച്ച് വരാറുണ്ട് അങ്ങനെ. ആ അങ്ങനെ തള്ളി പിടിച്ചപ്പോൾ ചെരുപ്പിൻ്റെ അടിയിൽ. മതി മതി മതി. ഇനി ഇതേ കയറാം, അതേ കയറാം, അതേല്ലേ അത് കയറ. ഊഞ്ഞാലാണോ? ഊഞ്ഞാല ഓ സെൽഫ് ഡ്രൈവ് ആണോ? അത് തിരിച്ചാൽ മതിയില്ലേ? സിയ സൂപ്പറാണോ? സൈക്കിളാവും ട്രിങ് ട്രിങ് ട്രിങ്. ഓടിയോ? അവിടെ ഫിഷ് ഉണ്ട്, ഫിഷ്. സിയ ഫിഷ്. How does the ocean affect climate and weather on land? അതെന്നാത്? ഇതുണ്ട്, ഫിഷ് ഉണ്ട്, ഫിഷ്. ചീനവല, the big cat. Royal purple, golden threads. ഇത് ഉപ്പുപാടമാണ്, ഉപ്പുപാടം. കടൽ വെള്ളം കയറ്റി പാടം ആയിട്ട് തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഉപ്പെടുക്കണം. ഫിഷ്. ഇത് ശരിക്കും സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ് അല്ലേ? പിള്ളേർക്ക് വേണ്ടിയുള്ളേ. കൊച്ചൻ തേമി gifted by nature, genesis of ocean. Waters encompasses the southern continent of Antarctica and touches 3 oceans of the world: the Pacific, the Atlantic, and the Indian Ocean. The world. Did I say ice? Yes. ഇതിലെ ഈ ഓരോ ഹെഡ്സെറ്റും വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാൻ പറ്റും. HMS Beagle. Space mission. Satellite and satellite carriers.
എന്തായാലും വിഷ്വൽസൊക്കെ കണ്ടല്ലോ. ഇത് കുറവലങ്ങാട് കോഴയിലുള്ളത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ സ്കൂൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസാണ്. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. വലിയ ചാർജും ഇല്ലല്ലോ, നല്ലതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.